നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പീരീഡ് പെയിൻ എവിടെയാണ് ഉണ്ടാവുന്നത്, അതായത് എവിടെയാണ് നിങ്ങളുടെ പീരീഡ് പെയിൻ്റെ പൊസിഷൻ എന്നത് നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻ കൊണ്ടാണ് പീരീഡ് പെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതായത് നിങ്ങൾക്ക് അടിവയറിലാണ് പീരീഡ് പെയിൻ എന്നുണ്ടെങ്കിൽ അതും യൂഷ്വലി PCOD കൊണ്ടോ എൻഡോമെട്രിയോസിസ് കൊണ്ടോ ഉള്ള ഒരു പീരീഡ് പെയിൻ ആവാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ആണ്, അതായത് തണ്ടൽ വേദനയാണ് കൂടുതലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അഡിനോമയോസിസ് കൊണ്ടോ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ഉള്ള ഒരു വേദനയായിരിക്കും. അതുപോലെ തന്നെ ചിലരിലെങ്കിലും തുടയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരു പെയിൻ ഉണ്ടാവാറുണ്ട്. ഇതൊരു നെർവ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന പെയിനാണ്. അതായത് നമ്മുടെ യൂട്രസിൽ ഉണ്ടാകുന്ന അഡിനോമയോസിസോ അതുപോലെ തന്നെ വലിപ്പമുള്ള ഫൈബ്രോയിഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഫൈബ്രോയിഡ്സും അഡിനോമയോസിസ് എല്ലാം നമ്മളുടെ നെർവുകളെ കംപ്രസ് ചെയ്തുണ്ടാകുന്ന ഒരു വേദനയാണ് തുടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പീരീഡ് പെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലരിലെങ്കിലും പീരീഡ്സ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് വയറുവേദനയോ പീരീഡ് പെയിനിൻ്റെ ലക്ഷണങ്ങളോ ഒക്കെ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ചിലരിലെങ്കിലും പീരീഡ്സ് ആവുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പീരീഡ് ആവുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് പെയിൻ എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഹോർമോണൽ ഇംബാലൻസ്, അതായത് പ്രൊജസ്ട്രോൺ ഇംബാലൻസിനെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പീരീഡ് പെയിൻ ഉണ്ടാകുന്നതെന്ന് താഴെ മെൻഷൻ ചെയ്യാമോ?